നീറ്റ് വിവാദവും വിദ്യാർത്ഥി പ്രക്ഷോഭവും മൂലം ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ച ഒരു സെലിബ്രിറ്റിയാണ് പേളി മാണി. മുമ്പൊക്കെ ഒരു വ്ളോഗോ പോസ്റ്റോ ഇട്ടാൽ നിമിഷ നേരം കൊണ്ട് വൈറലാകും. എന്നാൽ ഇപ്പോൾ പേളിയുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന വ്ളോഗുകളോടും ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളോടും മുഖം തിരിക്കുകയാണ് മലയാളികൾ. ആവശ്യ നേരത്ത് സ്വന്തം സുരക്ഷയും ജീവിതവും സേഫാക്കി വെച്ച് അങ്ങനെ മാത്രം പ്രതികരിച്ച് പേളിയെ പിന്തുണയ്ക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് അൺഫോളോ ചെയ്തവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോഴിതാ പേളിയെക്കുറിച്ച് സോഷ്യൽ മീഡിയ പ്രത്യക്ഷപ്പെട്ട കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. പെട്ടുപോയത് കൊണ്ട് മാത്രം പേളി പ്രതികരിച്ചതാണെന്നും പക്ഷേ നീചമായ രീതിയിൽ മോശം ഭാഷയിൽ അവരെ ഹറാസിംഗ് നടത്തുന്ന അധിക്ഷേപിക്കുന്ന കമൻസ് ഇടുന്നതിനോട് യോജിക്കാനാവില്ലെന്നുമായിരുന്നു ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട കുറിപ്പ്. മൈനുജ മൈത്രി എന്ന ഫേസ്ബുക്ക് യൂസറുടെ കുറിപ്പ് ഇങ്ങനെയാണ്: എന്താണ് പേളി മാണിക്ക് സംഭവിച്ചത്? പേളി മാണി വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റും അതിനുശേഷം യൂട്യൂബിൽ ചെയ്ത എക്സ്പ്ലനേഷൻ വീഡിയോയും കണ്ടു. എല്ലാവരോടും സ്നേഹവും എല്ലാവർക്കും നന്മ നേരുന്ന 24/7 ദിവസവും അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരാളെന്ന ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്തതാണ് പേളി സ്വയം മാർക്കറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ സാമൂഹിക വിഷയങ്ങളിൽ നിലപാട് പറയുമ്പോൾ, ഉദാഹരണത്തിന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. ആ നിലപാട് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ചില ആളുകൾക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. ഏത് നിലപാടെടുത്താലും മറുവശം നെഗറ്റീവ് ആകും. ഇവിടെ പേളി സംസാരിച്ചപ്പോൾ ആർക്കും ഒരു പരിക്ക് പറ്റാത്ത രീതിയിൽ സംസാരിക്കാൻ നോക്കി. കഷ്ടമെന്ന് പറയട്ടെ, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയാണെന്നോ എല്ലാവരെയും പ്ലീസ് ചെയ്യണം എന്നുള്ള പേളിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ രണ്ട് വെള്ളത്തിലും കാലി ചവിട്ടി വീണു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. എല്ലാ ആളുകളും ആ പ്രശ്നത്തെ പഠിക്കണമെന്നോ ആ വിഷയത്തെക്കുറിച്ച് നിലപാട് പറയണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. ഭൂരിപക്ഷ സമൂഹം ചിന്തിക്കുന്നത് പോലെ പൂർണ്ണമായും അനുകൂലിക്കണമെന്നും പ്രതികൂലിക്കണമെന്നുമില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് അനുകൂലിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് വിയോജിക്കാനുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യവും. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടും ഒരുപാട് ആരാധകർ ഉള്ളതുകൊണ്ടും ആരാധകരിൽ ഭൂരിഭാഗവും യുവജനങ്ങളായതിനാലും അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അതിൽ പ്രതികരിക്കേണ്ട നിർബന്ധം പേളിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയായിരുന്നു. അതായത്, ഇത്തരം സാമൂഹിക വിഷയങ്ങളിൽ സംസാരിക്കാനോ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ ഇഷ്ടമില്ലാത്ത, ആരെയും വെറുപ്പിക്കാൻ താല്പര്യമില്ലാത്ത, സ്വന്തം ബിസിനസ്സിനെ ബാധിക്കരുതെന്ന് നിർബന്ധമുള്ള പേളി പെട്ടുപോയതുകൊണ്ട് മാത്രം സംസാരിച്ചതാണെന്ന് ചുരുക്കമാണ്. വീഡിയോയിൽ പേളി തന്നെ അത് പറയാതെ പറയുന്നുണ്ട്: പേളിയുടെ അഭിപ്രായമല്ല നിങ്ങളുടേത് എന്നതിനാൽ നമുക്ക് അവരെ വിമർശിക്കാം എന്നല്ലാതെ നമ്മുടെ അഭിപ്രായം തന്നെ അവർ പറയണം എന്നുള്ള വാശി ഗുണകരമല്ല. ഇനി ഈ പ്രശ്നത്തിൻ്റെ മറ്റൊരു വശമുണ്ട്. പേളിയുടെ കമൻറ്റ് ബോക്സിൽ അങ്ങേയറ്റം നീചമായ രീതിയിൽ അവരെ സെക്ഷലി ഹറാസിംഗ് നടത്തുന്ന കുട്ടികളെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന കമൻസ് വരെ കണ്ടു. കുറേയധികം ആളുകൾ അവരെ പഠിപ്പിക്കാൻ ചെല്ലുന്നതും കണ്ടു. അതിനോടൊന്നും മനുഷ്യ പക്ഷത്ത് നിൽക്കുന്നവർക്ക് യോജിക്കാൻ സാധിക്കില്ലെന്നുമായിരുന്നു കുറിപ്പിൽ എഴുതിയത്. അതുപോലെ ശ്രീനിഷിനെതിരെ സീരിയൽ നടിയായ മറ്റൊരു പെണ്ണ് ജീവന തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങളൊക്കെ എന്താണ് പ്രതീക്ഷിച്ചത്? ഇങ്ങനെ പേളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് ആൾക്കാർ എത്തുന്നുണ്ട്. സീരിയൽ നടിയായ മറ്റൊരു പെണ്ണ് ജീവന തുല്യം സ്നേഹിച്ച ഒരാളുടെ കൂടെ ലെവലേശം കുറ്റബോധമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബിഗ് ബോസിലേക്ക് പോകാനുള്ള പർച്ചേസിംഗ് വരെ ഒന്നിച്ച് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടുപോയാക്കിയ കാമുകിയെ മറന്നാണ് അന്ന് ബിഗ് ബോസിലെ പ്രണയപ്പനിയിൽ മുങ്ങിപ്പൊങ്ങിയത്. അതൊക്കെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം വേദനിക്കുമെന്ന് പോലും ചിന്തിച്ചില്ല. അതിൻ്റെ ട്രോമയിൽ ആ പെണ്ണ് പുറംലോകം പോലും കാണാതെ കഴിച്ചുകൂട്ടി. അവൾ ഇന്നും വിവാഹം കഴിക്കാതെ കഴിയുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കമൻസുകളും ഈ ഒരു കമൻറ്റ് ബോക്സുകളിൽ